ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്ന ഓപ്പറേഷനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞിരുന്നു. ഡ്രോയിങ് ഔട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് ലെങ്ത് കൂട്ടുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ക്രോസ് സെക്ഷൻ ഉണ്ടായിരുന്ന ഒരു പീസിനെ ഇത്തരം ക്രോസ് സെക്ഷനായിട്ട് റെഡ്യൂസ് ചെയ്ത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്നത്. ഡ്രോയിങ് ഔട്ട് ഇസ് എ ഫോർജിങ് ഓപ്പറേഷൻ ബൈ വിച്ച് ക്രോസ് സെക്ഷൻ ഓഫ് എ പീസ് ഓഫ് സ്റ്റോക്ക് ഇസ് റെഡ്യൂസ്ഡ്. ക്രോസ് സെക്ഷൻ നോട്ട് ചെയ്യുക, ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്ത് ലെങ്ത് ഓഫ് ദ പീസ് ഇൻക്രീസ് ചെയ്ത് അതിന് ഡ്രോയിങ് ഔട്ട് എന്ന് പറയും. അപ്പോൾ അടുത്തൊരു അപ്സെറ്റിംഗ് ഉണ്ട്, ഇതിൻ്റെ നേരെ തിരിച്ചാണ്. അപ്പോൾ ഈ ഡ്രോയിങ് ഔട്ട് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു തിക്കറായിട്ടുള്ള ഒരു മെറ്റീരിയലിനെ തിന്നർ സെക്ഷനാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. അതിന് കുറച്ച് ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അത് താഴെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. എ ഫുള്ളർ ആൻഡ് സ്ലെഡ്ജ് ഹാമർ ആർ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഔട്ട്. അപ്പം ഏതൊക്കെ ടൂളാണ് നമുക്ക് മെയിൻലി ഈ ഡ്രോയിങ് ഔട്ട് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുള്ളറും ഒരു സ്ലെഡ്ജ് ഹാമറും യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ഫേസ് ഓഫ് ദ ആൻവിൽ. ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡ്രോയിങ് ഔട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് എവിടെയാണ്? അതായത് ആൻവിലിൻ്റെ ഫേസിൽ വെച്ചിട്ടാണ് നമ്മൾ ഡ്രോയിങ് ഔട്ട് ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് ഓർക്കുക. പിന്നെ അതിൻ്റെ സ്റ്റെപ്സ് ആണ്, ആദ്യമേ ആ സ്റ്റോക്കിനെ സെറ്റ് ചെയ്യും, അതിനുശേഷം നെക്കിങ്, അതിലൊരു ഗ്രൂ പ്രൊവൈഡ് ചെയ്യും, പിന്നെ ഫുള്ളറിങ് ചെയ്യും, അതിനുശേഷം ഫിനിഷ് ചെയ്യും. അപ്പം ഈ 4 സ്റ്റെപ്പ് ഓർത്ത് വെച്ചേക്കുക. ഡ്രോയിങ് ഔട്ടിൻ്റെ സ്റ്റെപ്പ് അല്ലാത്തത് ഏതാണ് എന്ന രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആദ്യമേ സ്റ്റോക്കിനെ സെറ്റ് ചെയ്യും, പിന്നെ നെക്കിങ് ചെയ്യും, പിന്നെ ഫുള്ളറിങ് ചെയ്യും, ഫിനിഷ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഓരോ ഫിഗർ നെക്സ്റ്റ് പേജിലുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പീസ്, വർക്ക് പീസ്. അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നു, അതിനുശേഷം നെക്കിങ് ചെയ്യുന്നു, അതിനുശേഷം ഫുള്ളറിങ് ചെയ്യുന്നു, ആ പീസിനെ ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഡ്രോയിങ് ഔട്ട് നമുക്ക് സ്പ്രെഡർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ഓക്കെ, ഇതാണ് സ്പ്രെഡർ. അപ്പോൾ ഈ സ്പ്രെഡർ വെച്ചിട്ടും ഇതേപോലെ നമുക്ക് ഡ്രോയിങ് ഔട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഡിഫക്ട്സ് ഇൻ ഡ്രോയിങ് ഔട്ടാണ്. ഓക്കെ, ഒരു ഡ്രോയിങ് ഔട്ടിൽ വരുന്ന ഡിഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത്. സ്റ്റോക്ക് മേ സാഗ് ഇഫ് ഇറ്റ് ഹാസ് ബീൻ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാഗ് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, സാഗ്. അതിലെന്ന് പറയുന്നത് സ്റ്റോക്ക് മേ സാഗ് ഇഫ് ഇറ്റ് ഹാസ് ബീൻ ഹാമേഡ് ഓൺ വൺ സൈഡ് ഓൺലി വിത്തൗട്ട് ബീങ് ടേൺ ടു 180 ഡിഗ്രി. അതായത് നമ്മൾ ഹാമർ ബ്ലോ കൊടുക്കുന്നത് ഒരു സൈഡിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു വർക്ക് പീസിൻ്റെ ഈ സൈഡിൽ തന്നെ നമ്മളിങ്ങനെ ഹാമർ ബ്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സാധാരണ നമ്മളിപ്പോൾ ഒരു ചിസലിൻ്റെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, ചിസൽ നമ്മൾ സ്മിത്തി ഷോപ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹാമർ ബ്ലോ കൊടുത്തു കഴിഞ്ഞാൽ ടോങ്സ് വെച്ചിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് അടുത്ത സൈഡിലും ഇതേപോലെ ഹാമർ ബ്ലോ കൊടുക്കും, എങ്കിൽ മാത്രമേ നമുക്ക് ഈവൻ ആയിട്ടുള്ളൊരു സർഫസ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ സാഗിൻ്റെ കേസ്. ഇപ്പോൾ ഈ 180 ഡിഗ്രി നമ്മൾ ടേൺ ചെയ്യാതെ ഈ പീസിൽ ഹാമർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സാഗ് ഉണ്ടാകും. അതാണ് ഒരു റീസൺ. ഡ്യൂറിങ് ഡ്രോയിങ് ഔട്ട് ദ വർക്ക് മസ്റ്റ് ബി ടേൺ ത്രൂ 180 ഡിഗ്രി ആഫ്റ്റർ എവറി 2 or 3 ബ്ലോസ്. ഇപ്പോൾ 2-3 തവണ നമ്മൾ ഹാമർ വെച്ച് ബ്ലോ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സൈഡിലും ഇതേപോലെ ടേൺ ചെയ്തിട്ട് 2-3 ബ്ലോസ് കൊടുത്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലെ സാഗിങ് സംഭവിക്കും. സാഗിങ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇലക്ട്രിക്കൽ കേബിൾ ലൈൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ചൂട് കാലത്ത് കേബിൾ ലൈൻ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വലിച്ചിടുന്നത്. ചൂട് സമയത്ത് അതിൻ്റെ എക്സ്പാൻഷൻ ഫലമായിട്ട് അത് ഇതേപോലെ സാഗ് ചെയ്ത് കിടക്കാൻ ചാൻസ് ഉണ്ട്. തണുപ്പ് സമയത്ത് അത് കൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ലൈൻ കറക്റ്റായിട്ട് നിൽക്കും. ഓക്കെ, അതിൻ്റെ കേസ് എന്ന് പറയുന്നത് വേറെയാണ്. ഈ സാഗിങ് എന്താണെന്ന് പറയാനായിട്ട് മനസ്സിലാകാനായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ സാഗ് എന്ന് പറയുന്നത് ഈ ഹാമറിങ് ചെയ്യുന്നത് 180 ഡിഗ്രി ടേൺ ചെയ്യാത്തത് കൊണ്ടാണെന്ന് ഓർക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോയിങ് ഡിഫക്റ്റ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാപ്പാണ്. ലാപ്പ് ഒക്കർ വെൻ ദ സെറ്റ് ഹാമർ ഈസ് ഇംപ്രോപ്പർലി പ്ലേസ്ഡ് ഓൺ ദ സ്റ്റോക്ക്. ഒരു സെറ്റ് ഹാമർ എന്ന് പറയുന്നത് നമുക്ക് ഒരു 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ, ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ബെൻഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റ് ഹാമർ യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ലാപ്സ് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ കാണുന്നതാണ് ലാപ്പ് എന്ന് പറയുന്ന ഡിഫക്റ്റ്. നമുക്ക് വേണ്ടത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പീസായിരുന്നു നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മൾ ആ സെറ്റ് ഹാമർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടല്ല സെറ്റ് ചെയ്ത് കൊണ്ട് അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്ന ആ പ്രോസസ്സിനാണ് ലാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സിയൽ ക്രാക്കാണ്. ഓക്കെ, ആക്സിയൽ ക്രാക്ക് ആൻഡ് ഫോൾസ്. ഫിഗർ കൊടുത്തിരിക്കുന്ന ഇതെന്ന് പറയുന്നത്
സെറ്റ് ഹാമർ അല്ല, അത് ഫ്ലാറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫ്ലാറ്ററാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഫിഗറിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് ആക്സിയൽ ക്രാക്ക് ആൻഡ് ഫോൾഡ് ആണ്. എ സ്റ്റോക്ക് ഈസ് ഡ്രോൺ ഔട്ട് ഇൻ ടു സ്മോളർ സെക്ഷൻ വിത്തൗട്ട് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം സ്റ്റോക്ക് സെറ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ നെക്ക് ചെയ്യുന്നു, ഫുള്ളറിങ് ചെയ്യുന്നു, അതിനുശേഷമാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഒന്നും ഇല്ലാതെ ഡ്രോൺ ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആക്സിയൽ ക്രാക്കും ഫോൾഡും ഉണ്ടാകും. റീസൺ ആയിരിക്കും ചോദിക്കുന്നത്. ആക്സിയൽ ക്രാക്ക് അല്ലെങ്കിൽ ഫോൾഡ് ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? പിന്നെ ഹാമർ ബ്ലോ സ്ട്രക്ക് ഓൺ ഹൈലി ഹീറ്റഡ് മെറ്റൽസ് റിസൾട്ട്സ് ഇൻ ക്രാക്ക് ആൻഡ് ഫോൾഡ്. ഇപ്പോൾ ഹാമർ ബ്ലോ നമ്മൾ കൊടുക്കുന്നു ഹൈലി ഹീറ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റലിൽ ഹാമർ ബ്ലോ സ്ട്രക്ക് ചെയ്യാൻ നേരത്ത് ഈ ക്രാക്കും ഫോൾഡും ഉണ്ടാവാം. ഇപ്പോൾ 2 റീസണാണ് പറഞ്ഞിരിക്കുന്നത് ആക്സിയൽ ക്രാക്കിനും ഫോൾഡിനും. ഒന്ന് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഒന്നും ഇല്ലാതെ ആ സ്റ്റോക്കിനെ ഡ്രോൺ ഔട്ട് ചെയ്യുന്നു. പിന്നെ ഹാമർ ബ്ലോ നമ്മൾ ഹൈലി ഹീറ്റഡ് ആയിട്ടുള്ള മെറ്റൽസിൽ കൊടുക്കാൻ നേരത്ത് ക്രാക്കും ഫോൾഡും ഉണ്ടാകും. ഈ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ആക്സിയൽ ക്രാക്കിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫോൾഡാണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കേണ്ട ഒരു പീസ് ഉള്ളിലോട്ട് മടങ്ങിയിരിക്കുന്നു, ഒരു മടക്കുണ്ടാകുന്നു, അതിനെയാണ് ഫോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇന്റേണൽ ക്രാക്ക് ആണ്. ഇന്റേണൽ ക്രാക്ക് എന്ന് പറയുന്നത് ദേ മേ ഒക്കർ ഡ്യൂറിങ് ഫോർജിങ് അറ്റ് ലോ ടെമ്പറേച്ചർ. ഇപ്പോൾ ഒരു റിക്വയർഡ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവിടെ ഹാമർ ബ്ലോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ആ റിക്വയർഡ് ടെമ്പറേച്ചറിന് താഴത്തായിരിക്കും, ലോ ടെമ്പറേച്ചറിലായിരിക്കും ഫോർജിങ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഇന്റേണലായിട്ട് ക്രാക്കുകൾ ഉണ്ടാകും. അപ്പോൾ ഇത്രയും ഡിഫക്റ്റ് ആണ് നമുക്ക് ഡ്രോയിങ് ഔട്ടിൽ പഠിക്കാനുള്ളത്. സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിവൈസ് ആണ് സ്വേജ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സ്വേജ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം? ഒന്ന് ബെൻഡിങ്, പിന്നെ പഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, ഹോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രിഫ്റ്റിങ്, പിന്നെ ഷേപ്പിംഗ് ഓഫ് ദ മെറ്റൽ ഡ്യൂറിങ് ഫോർജിങ്. നമുക്കൊരു മെറ്റലിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതിനായിട്ട് ഇതിൻ്റെ ഈ സൈഡിലുള്ള ഓരോ ഗ്രൂസാണ് നമ്മൾ ഷേപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, വേരിയസ് ഷേപ്ഡ് ഗ്രൂസ് ഓൺ ദ സൈഡ് ഓഫ് ദ സ്വേജ് ബ്ലോക്ക് ആർ യൂസ്ഡ് ഫോർ ഷേപ്പിംഗ് ആൻഡ് ഫിനിഷിംഗ്. അപ്പോൾ അതിൻ്റെ സ്വേജ് ബ്ലോക്കിൻ്റെ സൈഡിലുള്ള വേരിയസ് ഗ്രൂസ് ആണ് ഷേപ്പിംഗ് ആൻഡ് ഫിനിഷിംഗ് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓർക്കുക. ഇപ്പോൾ ഇതിലെന്ന് പറയുന്ന ഒരു ഹാഫ് സർക്കിൾ ആയിട്ടുള്ള ഒരു പോർഷൻ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു വി പോലത്തെ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്വേജ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്, അതും കൂടെ വെച്ചിട്ട് അതിൽ ഹാമർ ചെയ്തിട്ടായിരിക്കും ഇതേപോലത്തെ ഒരു ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നെക്സ്റ്റ് ഉണ്ടെന്ന് ഗ്രൂസ് അറൗണ്ട് ദ എഡ്ജസ് വെൻ യൂസ്ഡ് വിത്ത് മാച്ചിങ് ടോപ്പ് സ്വേജ് വിൽ പ്രൊഡ്യൂസ് എ ഡിസൈഡ് ഷേപ്പ് ആണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഈ ഗ്രൂസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമ്മൾ ഈ വർക്ക് പീസ് എടുത്ത് വെച്ചതിന് ശേഷം ടോപ്പ് സ്വേജ് അതിൻ്റെ പുറത്തായിട്ടൊരു സ്വേജ് വെക്കും. സ്വേജും സ്വേജ് ബ്ലോക്കും മാറിപ്പോരുത്. ഓക്കെ, വിൽ പ്രൊഡ്യൂസ് എ ഡിസൈഡ് ഷേപ്പ്, നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. സ്വേജ് ബ്ലോക്ക് ഈസ് മെയ്ഡ് ഓഫ് മാലിയബിൾ കാസ്റ്റ് അയൺ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. സ്വേജ് ബ്ലോക്ക് എന്ന് പറയുന്നത് മാലിയബിൾ കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഡി നോട്ട് ഗിവ് ഹെവി ബ്ലോസ് ഓൺ ദ എഡ്ജസ് ഓർ കോർണേഴ്സ് ഓഫ് ദ സ്വേജ് ബ്ലോക്ക് വിതൗട്ട് പ്രോപ്പർ സപ്പോർട്ട്. അപ്പോൾ ഇതിൻ്റെ എഡ്ജസിലോ കോർണേഴ്സിലോ ഹെവി ബ്ലോസ് കൊടുക്കാൻ പാടില്ല, ഒരു പ്രോപ്പർ സപ്പോർട്ട് ഇല്ലാതെ സ്വേജ് ബ്ലോക്കിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിനിഷിംഗ് ടൂൾസ് ആണ്. ഈ ഫിനിഷിംഗ് ടൂൾസിൽ വരുന്നതാണ് സ്വേജസ്. നേരത്തെ പറഞ്ഞു ആ ഫോം ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്വേജ് ബ്ലോക്കിൽ സ്വേജസ് വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വേജസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. ഇപ്പോൾ ഈ കാണുന്നതാണ്, ഈ 2 പീസാണ് സ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ അവൈലബിൾ ഇൻ പെയേഴ്സ് ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം സ്വേജസ്. ഇതെന്ന് പറയുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം സ്വേജസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദീസ് ആർ യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് റൗണ്ട്, ഹെക്സഗൺ ഓർ സിമിലർ ഷേപ്പ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഏതാണോ, ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന റൗണ്ട് ഷേപ്പാണ്. ഇനി ഒരു ഹെക്സഗൺ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഹെക്സഗൺ ഷേപ്പിൽ നമുക്ക് സ്വേജസ് അവൈലബിൾ ആണ്. പിന്നെ സ്പ്രിംഗ് സ്വേജ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പും കൂടെ ഉണ്ട്. അതിനകത്തെന്ന് പറയുന്നത് സ്പ്രിംഗ് സ്വേജസിൽ വരാൻ നേരത്ത് ഈ ടോപ്പും ഈ ബോട്ടവും അതിന് ഒരു സ്പ്രിംഗ് സ്റ്റീൽ വെച്ച് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. അതായത് ഈ കാണുന്നതാണ് സ്പ്രിംഗ് സ്റ്റീലിലുള്ള സ്ട്രിപ്പ്. ഓക്കെ, സ്പ്രിംഗ് സ്വേജ് ഹാസ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ടൂൾ ജോയിൻഡ് ബൈ സ്ട്രിപ്പ് ഓഫ് സ്പ്രിംഗ് സ്റ്റീൽ. ദിസ് ക്യാൻ ബി യൂസ്ഡ് സിംഗിൾ ഹാൻഡഡ് വൈൽ ഫോർജിങ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ഹാൻഡഡ്ലി ഫോർജ് ചെയ്യാൻ സാധിക്കും. അതായത് ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ ആ ടോങ്സ് വെച്ചിട്ട് ആ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നു. സ്വേജസിന് നമുക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വേജസ് ഓൾറെഡി സ്പ്രിംഗ് യൂജ്വലി സപ്പോർട്ടാണ്. നമുക്ക് റൈറ്റ് ഹാൻഡ് വെച്ച് അവിടെ ബ്ലോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ കേസിലെന്ന് പറയുന്നത് നമ്മൾ ആ സ്വേജസിനെയും കൂടെ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട കേസ് ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്ററാണ്. ഇപ്പം നേരത്തെ ഫുള്ളറിൻ്റെ കേസ് പറഞ്ഞായിരുന്നു,
അത് ഫ്ലാറ്റർ ആണെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് ഫ്ലാറ്റ് സർഫസ്. അതായത് ഒരു ഫ്ലാറ്റ് സർഫസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലാറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ഫിഗറാണ് ഫ്ലാറ്റർ എന്ന് പറയുന്നത്. അതിനൊരു ഹാൻഡിൽ കാണും. ഓക്കെ, ഹാൻഡിൽസ് ഓഫ് സേജസ് ആൻഡ് ഫ്ലാറ്റേഴ്സ് ഷുഡ് ബി ഫിറ്റഡ് ഫേംലി ഫോർ സേഫ് വർക്കിംഗ്. ഇതെന്ന് പറയുന്നത് ഫേമായിട്ട് ഫിക്സ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഷേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിക്കേർഡ് ഷേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു വർക്കിനെ ഇവിടെ ആൻവിലിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഫിനിഷ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കാണിക്കുന്നത്. ഇപ്പം ഇവിടെ നിന്ന് ഹാമർ ബ്ലോ കൊടുക്കും, ഒരാളിവിടെ ഇത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇത്രയാണ് ഫിനിഷിംഗ് ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത്, ഫിനിഷിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫ്ലാറ്റ് സർഫസ് 75 mm സ്ക്വയർ ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, വേണമെങ്കിൽ അത് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കട്ടിംഗ് ടൂൾസിനെ കുറിച്ചാണ്. സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് കട്ടിംഗ് ടൂൾസ്, നോട്ട് ചെയ്യുക. ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഹാർഡ് ഡൈ. ഹാർഡ് ഡൈ എന്ന് പറയുന്നത് ഇപ്പോൾ ഹാർഡ് ഡൈ ഹോളിനെ കുറിച്ച് നമ്മൾ ആനുവൽ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതുമായിട്ട് മാറിപ്പോകരുത്, അതേ ഹോളിൽ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഹാർഡ് ഡൈ ഈസ് ഫിക്സ്ഡ് ഇൻ ദ ആനുവൽ സ്ക്വയർ ഹോൾ. അപ്പോൾ ആനുവലിൻ്റെ സ്ക്വയർ ഹോളിലാണ്. ഇപ്പോൾ ഹാർഡ് ഡൈ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത് ചോദിക്കും, ആനുവലിൻ്റെ സ്ക്വയർ ഹോളിലാണ്. കാരണം അതിലൊരു റൗണ്ട് ഹോൾ ഉണ്ട്, അത് പഞ്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് അലോങ് വിത്ത് ഹോട്ട് സെറ്റ് ഫോർ കട്ടിംഗ് ഹെവി ഹോട്ട് മെറ്റൽ. ഇപ്പോൾ ഒരു ഹെവി ഹോട്ട് മെറ്റലിനെ ഹോട്ട് സെറ്റ് വെച്ച് കട്ട് ചെയ്യാനായിട്ട് ഈ ഹാർഡ് ഡൈ യൂസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് വർക്ക് കട്ട് ചെയ്യേണ്ട പീസ് ഇതാണ് നമ്മുടെ ഹാർഡ് ഡൈ. ഇതാണ് ഹോട്ട് സെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആംഗിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഹോട്ട് സെറ്റിൻ്റെ 30 ഡിഗ്രിയാണ് അതിൻ്റെ പോയിന്റ് ആംഗിൾ വരുന്നത്, കട്ടിങ് ആംഗിൾ വരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഹാമർ ബ്ലോ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഹോട്ട് സെറ്റിൽ. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോട്ട് സെറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കട്ടിങ് ഹോട്ട് മെറ്റൽസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡ്യൂ ടു കണ്ടിന്യൂസ് യൂസ് ദ ഹാർഡ് ഡൈ ആൻഡ് ഹോട്ട് സെറ്റ് വിൽ ലൂസ് ഹാർഡ്നെസ്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നതിന് ഫലമായിട്ട് അതിൻ്റെ ഹാർഡ്നെസ് നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്തെടുക്കുന്നത് വെച്ചാൽ ഇതിനെ വാട്ടർ കൂൾ ചെയ്യും. ഓക്കെ, കട്ടിങ് ഇൻഡസ് ആർ വാട്ടർ കൂൾഡ് ഫ്രീക്വൻ്റ്ലി. പിന്നെ നെക്സ്റ്റ് വൺ ആണ് കോൾഡ് സെറ്റ് എന്ന് പറയുന്നത്. കോൾഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പം നേരത്തെ ഹോട്ട് സ്റ്റേറ്റിലുള്ള ഒരു മെറ്റലിനായിരുന്നു കട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് കോൾഡ് സ്റ്റേറ്റിലുള്ള ഒരു മെറ്റലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓർക്കുക, കോൾഡ് സെറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ് മെറ്റൽസ് ഇൻ കോൾഡ് സ്റ്റേറ്റ്. മെറ്റൽ ഈസ് കട്ട് ഹാഫ് വേ ആൻഡ് ദെൻ ബ്രോക്കൺ. അത് നമുക്ക് ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഹാഫ് വേ കട്ട് ചെയ്യും. ഒരു ഇത്രയുള്ളൊരു മെസ്സിന് അതിനെ ഹാഫ് വെച്ച് കട്ട് ചെയ്തിട്ട് ബ്രോക്കൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് ഓർക്കുക കോൾഡ് സെറ്റിൻ്റെ. ഓക്കെ, ചിസൽസ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ നോച്ചിങ്, കട്ടിങ് ആൻഡ് ചിപ്പിംഗ് ദ മെറ്റൽസ്. അപ്പോൾ ഈ കട്ടിംഗ് ടൂൾസിൽ ചിസൽസും വരുന്നുണ്ട്. അത് നോച്ചിങ്ങിനും കട്ടിങ്ങിനും ചിപ്പിങ്ങിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓർക്കുക. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ചിസൽസിനെ ഒരു ടോങ്സ് വെച്ച് ഹോൾഡ് ചെയ്യുന്നു, ഹാമർ വെച്ച് ബ്ലോ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓക്കെ അപ്സെറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അപ്സെറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രോയിങ് ഔട്ട് നേരത്തെ പഠിച്ചായിരുന്നു. അപ്സെറ്റിംഗ് എന്താണെന്ന് നോക്കാം. അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ഔട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ ഇവിടെ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്, ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നു. അപ്സെറ്റിംഗ് ഈസ് എ ഫോർജിങ് ഓപ്പറേഷൻ വെയർ ബൈ ദ ലെങ്ത് ഓഫ് എ പീസ് ഓഫ് എ മെറ്റൽ ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഈ കാര്യം ഓർത്ത് വെക്കുക, ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു, ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ദി 3 types ഓഫ് അപ്സെറ്റിംഗ് ആർ അപ്ലൈഡ് ഇൻ ഫോർജിങ്. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സെറ്റിംഗ് നമ്മൾ 3 രീതിയിൽ ചെയ്യുമെന്ന്. ഓക്കെ, അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് എൻഡ് അപ്സെറ്റിംഗ് ആണ്. എൻഡ് അപ്സെറ്റിംഗ്. രണ്ടാമത്തെ സെൻറ്റർ അപ്സെറ്റിംഗ്, 3 ജമ്പിങ്. അപ്സെറ്റിംഗ് ദ എൻഡ് ഓഫ് എ പീസ് ഓഫ് സ്റ്റോക്ക് ഈസ് കോൾഡ് എൻഡ് അപ്സെറ്റിംഗ്. ഇപ്പോൾ ആ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഉണ്ട്, അതിൻ്റെ എൻഡിലാണ് നമ്മൾ ക്രോസ് സെക്ഷൻ ബൾജ് ചെയ്തെടുക്കുന്നതെങ്കിൽ അതിനെ പറയുന്നവരാണ് എൻഡ് അപ്സെറ്റിംഗ്. സെൻറ്റർ അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ പോർഷനിൽ ഇതേപോലെ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് സെൻറ്റർ അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്സെറ്റിംഗ് ദ സെൻട്രൽ സെക്ഷൻ ഓഫ് എ പീസ് ഓഫ് സ്റ്റോക്ക് ഈസ് നോൺ ആസ് സെൻറ്റർ അപ്സെറ്റിംഗ്. ജമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. ഫുൾ അപ്സെറ്റിംഗ് ഓഫ് എ പീസ് ഓഫ് സ്റ്റോക്ക് ഈസ് കോൾഡ് ജമ്പിങ്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് നെക്സ്റ്റ് പേജിൽ കാണിച്ചിട്ടുള്ളത്. ഓരോന്നും നോക്കാം. ഇതെന്ന് പറയുന്നത് അതിൻ്റെ നോർമൽ പ്രൊസീജിയറാണ് കാണിച്ചിരിക്കുന്നത്. ടോങ്സ് വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു, എന്നിട്ട് ഹാമർ ബ്ലോ ചെയ്യുന്നു അപ്സെറ്റിങ്ങിന് വേണ്ടി. നെക്സ്റ്റ് ഈ ഫിഗർ എന്ന് പറയുന്നത് എൻഡ് അപ്സെറ്റിംഗ് ആണ്. ഇതെന്ന് പറയുന്നത് എൻഡ് അപ്സെറ്റിംഗ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ സെൻറ്റർ അപ്സെറ്റിംഗ് ആണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ജമ്പിങ് ആണ്. ഫുൾ അടിച്ച് പരത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്തെടുക്കുന്നത്.
പിന്നെ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഡിഫക്റ്റ് ആണ്. ഇപ്പോൾ ഒരു ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് കണ്ട ഒരു സാധനമായിരുന്നു, ആ ജസ്റ്റ് ഒന്ന് വളഞ്ഞു പോകണം. ഓക്കെ, അതിനെയാണ് ഈ ബക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ അപ്സെറ്റിംഗ് പ്രോസസ് ഫേസസ് ഓഫ് ദ സ്റ്റോക്ക് മേ ബിക്കം ഔട്ട് ഓഫ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് സ്ക്വയർ ആയി പോകുന്ന ആ ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് ബക്ലിംഗ്. ദ സ്റ്റോക്ക് ഈസ് ലയബിൾ ടു ബക്കിൾ ആൻഡ് ബിക്കം ഔട്ട് ഓഫ് സ്ക്വയർ. അപ്പോൾ അതായത് സ്ക്വയർ ആയിട്ടിരിക്കേണ്ട ഒരു പീസായിരുന്നു ഇതുപോലെ, പക്ഷേ ഈ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ഔട്ട് ഓഫ് ഷേപ്പ് ആയി പോകും. ഓക്കെ, അതിനാണ് ഈ ബക്ലിംഗ് എന്ന് പറയുന്നത്. അതുണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആ വർക്ക് പീസിൻ്റെ ലെങ്ത് എക്സീഡ്സ് 2 to 2.5 times ദ ഡയമീറ്റർ. നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു റീസൺ, ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്നു, ഇതിന് ഇപ്പം ഇതിൻ്റെ ഡയമീറ്റർ 10 mm ആണെന്ന് ഓർത്തോ. ഇപ്പോൾ 20 mm അല്ലെങ്കിൽ 25 mm ഓക്കെ ആണ് ഇതിൻ്റെ ലെങ്ത് എങ്കിൽ ഇത് ബക്ലിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് 2 to 2.5 times ദ ഡയമീറ്റർ ലെങ്ത്, ഫസ്റ്റ് റീസൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഈസ് നോട്ട് ടേൺഡ് അറൗണ്ട് ആക്സിസ് ഡ്യൂറിങ് അപ്സെറ്റിംഗ്. ഇപ്പം നമ്മൾ കറക്റ്റ് ആക്സിസിലല്ല ടേൺ ചെയ്യും സ്റ്റോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സെൻട്രൽ അടിക്കുന്നതിന് പകരമായിട്ട് എഡ്ജസിൽ സ്ട്രൈക്ക് ചെയ്യുന്നു, അപ്പോൾ ഇതേപോലെ വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഓർത്ത് വെച്ചേക്കുക, ലെങ്ത് ഓഫ് ദ സ്റ്റോക്ക് എന്ന് പറയുന്നത് 2 to 2.5 times ഡയമീറ്റർ ആകുന്ന കേസ് സ്റ്റോക്ക് ഈസ് നോട്ട് ടേൺ റൗണ്ട് ഇറ്റ്സ് ആക്സിസ് ഡ്യൂറിങ് അപ്സെറ്റിങ്. മൂന്നാമത്തേന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ അടിക്കുന്നതിന് പകരമായിട്ട് എഡ്ജസിൽ സ്ട്രക്ക് ചെയ്യുന്നു. ദ സ്റ്റോക്ക് ഈസ് ഇൻസഫിഷ്യൻ്റ്ലി ഹീറ്റഡ് ത്രൂ ഔട്ട് ഇറ്റ്സ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഈ ഹീറ്റ് ചെയ്യുന്നത് ഇൻസഫിഷ്യൻ്റ്ലി ആണെങ്കിൽ, ഫുൾ സെക്ഷൻ ക്രോസ് സെക്ഷനിൽ ഹീറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബക്ലിംഗ് സംഭവിക്കാം. ദ അപ്സെറ്റിംഗ് ഈസ് കണ്ടിന്യൂഡ് വിത്തൗട്ട് സ്ട്രൈറ്റനിങ് ദ സ്റ്റോക്ക് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബിഗൺ ടു ബക്കിൾ. അപ്പോൾ നമ്മൾ അപ്സെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതിന് ഇപ്പോൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് വളഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ച് വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് അടിച്ച് നേരെയാക്കി നിവർത്തിയെടുക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ബക്കിളായി പോകും. ദ അപ്സെറ്റിംഗ് ഈസ് കണ്ടിന്യൂഡ് വിത്തൗട്ട് സ്ട്രൈറ്റനിങ്. അതായത് അപ്സെറ്റിംഗ് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുവാണ്, ആ പീസിനെ സ്ട്രൈറ്റൻ ചെയ്യാതെ. ആഫ്റ്റർ ഇറ്റ് ഹാസ് ബിഗൺ ടു ബക്കിൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബക്ലിംഗ് ഉണ്ടാകാനുള്ള റീസൺ ഒന്നും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. എല്ലാ പോയിന്റും നോട്ട് ചെയ്യുക. ചെറിയൊരു ടോപ്പിക്കാണ് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത്, അപ്പോൾ ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോൾഡ് ആണ്. ഫോൾഡ്സ് ആർ ലയബിൾ ടു ഒക്കർ ഇൻ ദ വർക്ക് ബീയിങ് അപ്സെറ്റ്. ദേ ഓഫൺ അപ്പിയർ ആഫ്റ്റർ എ ബെൻഡ് പീസ് ഓഫ് വർക്ക് ഈസ് സ്ട്രൈറ്റൺ. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു ബെൻഡ് പീസിനെ സ്ട്രൈറ്റൻ ചെയ്യുന്ന സമയത്താണ് ഫോൾഡ് അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഉള്ളിലൊരു മടക്ക് പോലെ വരുന്നതെന്ന് ഓർക്കുക. ഫോൾഡ്സ് ആർ ലയബിൾ ടു ഒക്കർ ഇൻ ദ വർക്ക് ബീയിങ് അപ്സെറ്റ്. ദേ ഓഫൺ അപ്പിയർ ആഫ്റ്റർ എ ബെൻഡ് പീസ് ഓഫ് വർക്ക് ഈസ് സ്ട്രൈറ്റൺ. ഇപ്പോൾ ഒരു ബെൻഡ് പീസ്, ഇങ്ങനെ ബെൻഡ് ചെയ്തിരുന്നൊരു പീസ് നമ്മൾ സ്ട്രൈറ്റൻ ചെയ്തെടുക്കുന്ന സമയത്താണ് ഈ ഫോൾഡ് ഉണ്ടാകുന്നതെന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സർഫസ് ആൻഡ് ഇന്റേണൽ ക്രാക്ക് ആണ്. ദീസ് ആർ ലയബിൾ ടു ഒക്കർ ഇഫ് ദ വർക്ക് ഹാസ് നോട്ട് ബീൻ ഹീറ്റഡ് ടു ദ ഫോർജിങ് ടെമ്പറേച്ചർ. ഇപ്പോൾ നമുക്കൊരു ഫോർജ് ചെയ്യേണ്ട ഒരു ടെമ്പറേച്ചർ ഉണ്ട് ആ ഓരോ വർക്ക് മെറ്റീരിയലിനും. സ്റ്റീലിൻ്റെ കേസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ആ ഫോർജിങ് ടെമ്പറേച്ചർ അക്വയർ ചെയ്യാതെ നമ്മൾ അതിൽ ഫോർജിങ് പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യും. Okay, these are liable to occur if the work has not been heated to the forging temperature or if it has not been heated uniformly throughout its cross section. അപ്പം ഇതിലും പറയുന്നുണ്ട് യൂണിഫോംലി ക്രോസ് സെക്ഷൻ ഹീറ്റ് ചെയ്തില്ലെങ്കിലും സർഫസ് അല്ലെങ്കിൽ ഇന്റേണൽ ക്രാക്ക് ഉണ്ടാകാം. ഇന്റേണൽ ക്രാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഡിഫക്റ്റാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് നോക്കാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെറ്റ് ഹാമർ, ഫുള്ളേഴ്സ്, ബോൾസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ സെറ്റ് ഹാമർ എന്താണെന്ന് നോക്കാം. ഈ കാണുന്ന ഫിഗറാണ് സെറ്റ് ഹാമർ എന്ന് പറയുന്നത്. സെറ്റ് ഹാമർ ഈസ് യൂസ്ഡ് ടു സെറ്റ് ഡൗൺ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിളിൽ ഇതുപോലെ റൈറ്റ് ആംഗിളിൽ ഒരു പീസിനെ സെറ്റ് ഡൗൺ ചെയ്യാനായിട്ടാണ് നമ്മൾ സെറ്റ് ഹാമർ യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ജനറലി ഹാമേഴ്സ് വിൽ നോട്ട് പ്രൊഡ്യൂസ് സച്ച് ഷാർപ്ലി ഡിഫൈൻഡ് ബോർഡർ ലൈൻസ്. ഇപ്പം ഷാർപ്പായിട്ടുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞായിരുന്നു, ഷാർപ്പായിട്ടുള്ള ഈ ബോർഡർ ലൈൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധാ ഹാമർ യൂസ് ചെയ്താൽ പറ്റില്ല. അപ്പം അത്തരം സാഹചര്യങ്ങൾ നമ്മൾ സെറ്റ് ഹാമേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെറ്റ് ഹാമർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അറിഞ്ഞിരിക്കുക. അത് 0.8% കാർബണുള്ള സ്റ്റീലാണ്. 0.8% കാർബൺ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് വുഡൻ
വുഡ് കൊണ്ടാകാം അല്ലെങ്കിൽ സ്റ്റീൽ വയർ കൊണ്ടാകാം. ഓക്കെ, അതെന്ന് പറയുന്നത് ഈ സെറ്റ് ഹാമറിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫുള്ളേഴ്സിനെ കുറിച്ചാണ്. ഫുള്ളേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇതേപോലെ നമുക്ക് നെക്ക് ചെയ്യണം, ഡയമീറ്റർ കുറക്കണം. പിന്നെ ഷോൾഡറിങ് എന്ന് പറയുന്ന നേരത്ത് ഇപ്പോൾ ഒരു സ്ക്വയർ ഷോൾഡറിങ്, അതും ഡയമീറ്റർ കുറക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാൻ നേരത്തൊക്കെ ഷോൾഡറിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ ഷോൾഡറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ മേക്കിംഗ് ഗ്രൂസ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഡ്രോയിങ് ഡൗൺ, ഓക്കെ, ഒരു ഡയമീറ്റർ കുറക്കുന്നതിന് വേണ്ടിയും യൂസ് ചെയ്യാം. അപ്പോൾ ഫുള്ളേഴ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പിലും കാണും, ഇത് ടോപ്പ് ഫുള്ളറാണ്, ഇത് ബോട്ടം ഫുള്ളറാണ്. എന്നിട്ട് ഇവിടെ ഒരു നെക്കിങ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ താഴത്തെ ഫിഗർ നോക്കാൻ നേരത്ത് ഇവിടെ ഗ്രൂസ് ഇതേപോലെ ഗ്രൂസ് നമ്മളിവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം രണ്ടിലും ഒരേ പ്രൊഫൈൽ തന്നെ ആയിരിക്കും, ടോപ്പ് ഫുള്ളറിലും ബോട്ടം ഫുള്ളറിലും. അപ്പോൾ ഫുള്ളേഴ്സിനെ കുറിച്ച് അറിയേണ്ടത് ടോപ്പ് ആൻഡ് ബോട്ടം ഫുള്ളേഴ്സ് ഉണ്ടെന്ന് അറിയുക, അതിൻ്റെ പർപ്പസ് എന്തിനാണെന്ന് അറിയുക. നെക്കിങ്, ഷോൾഡറിങ്, മേക്കിംഗ് ഗ്രൂസ് ആൻഡ് ഡ്രോയിങ് ഡൗൺ ആണ് ഫുള്ളേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് അറിയുക. പിന്നെ ബോട്ടം ഫുള്ളർ ഫിറ്റ്സ് ഇൻ ദ ഹാർഡ് ഡൈ ഹോൾ. അപ്പം ക്വസ്റ്റ്യൻ വരാം, ഈ ബോട്ടം ഫുള്ളർ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത് ആൻവിലിൽ? അതിൻ്റെ ഹാർഡ് ഡൈ ഹോളിലാണ് ബോട്ടം ഫുള്ളർ ഫിക്സ് ചെയ്യുന്നത്. സോ ദാറ്റ് ഹെൽപ്പർ ക്യാൻ ഹാമർ ദ വർക്ക്. എന്നിട്ട് ഹാമർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ടോപ്പ് ഫുള്ളറിൽ. ടോപ്പ് ഫുള്ളർ ഹാസ് വുഡൻ ഓർ വയർഡ് ഹാൻഡിൽ ഫോർ ഹോൾഡിങ് ഇറ്റ്. അത് നേരത്തെ ഇതിനും സെറ്റ് ഹാമറിന് പറഞ്ഞ പോലെ വുഡൻ അല്ലെങ്കിൽ വയർഡ് ഹാൻഡിലായിരിക്കും ഇതിനെയും ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബോൾസ്റ്റർ ആണ്. ബോൾസ്റ്റർ എന്ന് പറഞ്ഞത് ഇതിന് ഹെഡിങ് ടൂൾസ് എന്നാണ് പറയുന്നത്. ബോൾസ്റ്റർ അല്ലെങ്കിൽ ഹെഡിങ് ടൂൾസ് അത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ റിവറ്റിൻ്റെ ഹെഡ് ഫോം ചെയ്യാനും ബോൾട്ട്, സ്ക്രൂ ഇതിൻ്റെ ഹെഡ് ഫോം ചെയ്യാനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബോൾസ്റ്റർ ഓർ ഹെഡിങ് ടൂൾസ് ഹാവ് വേരിയസ് സൈസ്ഡ് ഹോൾസ്. ഇതിലെന്ന് പറയുന്ന വേരിയസ് സൈസുള്ള ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് അപ്സെറ്റിങ്ങിനാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത് ലാർജ് ബോൾട്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഏതാണെന്ന് ചോദിക്കും. അതെന്ന് പറയുന്നത് അപ്സെറ്റ് ഫോർജിങ് ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് അപ്സെറ്റ് ഫോർജിങ്. ഓക്കെ, ലാർജ് ബോൾട്ട് ഹെഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്സെറ്റ് ഫോർജിങ് ആണ്. അപ്പോൾ ബോൾസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിൽ വേരിയസ് സൈസ്ഡ് ഹോൾസ് കാണും. മെയിൻലി യൂസ് ചെയ്യുന്നത് അപ്സെറ്റിംഗ് ആൻഡ് ഫോമിംഗ് ഓഫ് ദ ഹെഡ് ഓഫ് റിവറ്റ്സ്, ബോൾട്ട്സ്, സ്ക്രൂസ് എക്സെട്ര. അപ്പോൾ ആ ഹെഡ് ഫോം ചെയ്യുന്നതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ ഹെഡ് ഫോം ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്, അത് പ്രഷർ അപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, ഡ്യൂ ടു കണ്ടിന്യൂസ് ഹോട്ട് വർക്കിംഗ് ദീസ് ടൂൾസ് മേ ലൂസ് ദെയർ ഹാർഡ്നെസ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് വർക്ക് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഹാർഡ്നെസ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൊഞ്ച് ചെയ്യും വാട്ടറിൽ. ഓക്കെ, പിന്നെ ഈ ഹാൻഡിൽസ് നമ്മൾ പ്രോപ്പർലി സെക്യൂർ ചെയ്തേക്കണം. പിന്നെ ഹെഡിൽ മഷ്റൂം ഫേസ് വല്ലതും വന്നു കഴിഞ്ഞാൽ അത് ഗ്രൈൻഡ് ചെയ്ത് റിമൂവ് ചെയ്യണം, എന്നിട്ട് ആ ടൂള് യൂസ് ചെയ്യാവുള്ളൂ. അത് സേഫ്റ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കാനുള്ളത് സെറ്റ് ഹാമർ, ഫുള്ളേഴ്സ്, ബോൾസ്റ്റർ, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയുക, അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പഞ്ച് ആൻഡ് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്കാണ്. അപ്പോൾ ഈ പഞ്ച് എന്തിനാണ് നമുക്കറിയാം. ഓക്കെ, ഇതിൽ പഞ്ച് എന്ന് പറയുന്നത് ഹോള് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഇപ്പോൾ പഞ്ചസ് നമ്മൾ ഫോർജിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഫോമിങ് ഹോൾസ് ഫോർ എനി ഷേപ്പിലുള്ള ഹോൾസ് ഫോം ചെയ്യാനാണ്. റൗണ്ട്, സ്ക്വയർ, ഓവൽ, റെക്റ്റാങ്കുലർ എന്നീ ഷേപ്പിലേക്കുള്ള ഹോൾസ് നമുക്കിതിൽ ഫോം ചെയ്യാൻ പറ്റും. പഞ്ചിങ് എ ഹോൾ ഈസ് ഡൺ ഓവർ ദ ആൻവിൽസ് റൗണ്ട് ഹോൾ. അപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു ആൻവിലിലെ റൗണ്ട് ഹോള് പഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം പഞ്ചിങ് എ ഹോൾ ഈസ് ഡൺ ഓവർ ദ ആൻവിൽസ് റൗണ്ട് ഹോൾ. ഓക്കെ, ഫുള്ളേഴ്സ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബോട്ടം ഫുള്ളർ വെച്ചിരിക്കുന്നത് ആൻവിലിൻ്റെ ഹാർഡ് ഡൈലാണെന്ന് ഓർമ്മ വേണം. പഞ്ചിങ് ചെയ്യാനായിട്ട് നമ്മൾ ആൻവിലിൻ്റെ റൗണ്ട് ഹോളാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർമ്മ വേണം. എന്നിട്ട് നമ്മൾ ഹാമർ വെച്ചിട്ട് ആ പഞ്ചിങ് ടൂളിൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്ക്രാപ്പ് ഇവിടെ താഴത്ത് വരും, അതിനെ പറയുന്ന പേര് സ്ലഗ് എന്നാണ്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ബോറിംഗ് ടൂൾ പോലെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഞ്ച് ചെയ്തൊരു ഹോൾ ഉണ്ടാക്കി, ആ പഞ്ചിൻ്റെ ഹോളിനെ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രിഫ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഫോർജിങ്ങിൽ ഡ്രിഫ്റ്റ് യൂസ് ചെയ്യുന്നത് എൻലാർജിങ് പ്രീവിയസ്ലി പഞ്ച്ഡ് ഹോളിനെ ആണെന്ന് ഓർക്കുക. ഓക്കെ, അതായത് ബോറിങ്ങിൻ്റെ അതേ പർപ്പസ്, ഡ്രിൽ ചെയ്തതിന് ശേഷം എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോറിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡ്രിഫ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് പഞ്ച് ചെയ്തതിന് ശേഷം. പഞ്ചസ് ആൻഡ് ഡ്രിഫ്റ്റ്സ് ആർ മെയ്ഡ് ഓഫ്, ഇതും 0.8% കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ്
മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആർ ഹാർഡൻഡ് ആണ് ടെമ്പേർഡ്. ഹാർഡൻഡ് ആണ് ടെമ്പേർഡ് ആണ്. പിന്നെ ഇതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു വയർ ഹാൻഡിൽ കാണും ഫോർ ഹോൾഡിങ് ഡ്രിഫ്റ്റ്. ഇപ്പോൾ ഡ്രിഫ്റ്റിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു വയർ ഹാൻഡിലായിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നവർക്ക്. പിന്നെ ഫോർ റീറ്റെയിനിങ് ദ ഹാർഡ്നെസ് ആൻഡ് ഒറിജിനൽ ഷേപ്പ് ഓഫ് പഞ്ചസ് ആൻഡ് ഡ്രിഫ്റ്റ്. ഇപ്പം ഹാർഡ്നെസ്സും അതിൻ്റെ ഷേപ്പും റീറ്റെയിൻ ചെയ്യാനായിട്ട് പഞ്ചസ് ആൻഡ് ഡ്രിഫ്റ്റ് ഫ്രീക്വൻ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ കൂൾ ചെയ്തിരിക്കണം. പിന്നെ ഹാൻഡിൽസ് മസ്റ്റ് ബി സെക്യൂർഡ് റിജിഡ്ലി സോ ദാറ്റ് ദ പഞ്ചസ് ഡു നോട്ട് കം ഓഫ് വൈൽ വർക്കിംഗ്. അതായത് ആ പഞ്ചസ് നമ്മൾ റിജിഡ്ലി ഫിക്സ് ചെയ്യാനായിട്ട് ഹാൻഡിൽസ് സെക്യൂർ ആണെന്ന് നോക്കണം, അല്ലെങ്കിൽ അത് വഴുതി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാനുള്ളത് ബെൻഡിങ് ആൻഡ് ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഏരിയ ആണ്. അപ്പോൾ ബെൻഡിങ് എന്താണെന്ന് നോക്കാം. ബെൻഡിങ് ഈസ് എ മെത്തേഡ് ഓഫ് സ്റ്റിപ്ലെസ് ഷേപ്പിംഗ് ബൈ വിച്ച് ദ എക്സ്റ്റേണൽ ഗ്രെയിൻ സ്ട്രക്ചർ ഓഫ് ലെങ്തൺ വൈൽ ദ ഇന്റേണൽ ഗ്രെയിൻ സ്ട്രക്ചർ ഈസ് ഷോർട്ടൺ. അപ്പോൾ ബെൻഡിങ് എന്ന് പറയുന്നത് ഒരു ചിപ്ലെസ് ആയിട്ടുള്ള ഓപ്പറേഷൻ. അവിടെ മെഷീനിങ് ഒന്നും നടക്കുന്നില്ല. ഓക്കെ. പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു എക്സ്റ്റേണൽ ഗ്രെയിൻ സ്ട്രക്ചറും കാണും, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഗ്രെയിൻ സ്ട്രക്ചറും കാണും, ഇന്റേണൽ ആയിട്ടുള്ള ഗ്രെയിൻ സ്ട്രക്ചറും കാണും. ഇതിൻ്റെ എക്സ്റ്റേണൽ ഗ്രെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലെങ്തേൺഡ് ആവും, ഇന്റേണൽ ഗ്രെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഷോർട്ട് ആവും. ഓക്കെ. ബെൻഡിങ്ങിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ബെൻഡിങ് എന്ന് പറയുന്ന ഒരു ചിപ്ലെസ് ഷേപ്പിംഗ് ഓപ്പറേഷൻ ആണെന്ന് മനസ്സിലാക്കുക ഫോർജിങ്ങിൽ. അതിൽ എക്സ്റ്റേണൽ ഗ്രെയിൻ സ്ട്രക്ചർ ലെങ്തേൺഡ് ആവുമെന്ന് മനസ്സിലാക്കുക, ഇന്റേണൽ ഗ്രെയിൻ സ്ട്രക്ചർ ഷോർട്ട് ആവുമെന്ന് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും 2 ബെൻഡിങ് ആണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. ഒന്ന് ബെൻഡിങ് ടു എ കർവ് ആക്കും, പിന്നെ ബെൻഡിങ് ടു ആൻ ആംഗിൾ, ഒരു ആംഗിളിൽ ബെൻഡ് ചെയ്യും. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇതൊരു കർവാണ്, ഇതൊരു ആംഗിളിൽ ബെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം അടുത്ത ഫിഗർ ഇതേപോലെ കർവിൻ്റെ തന്നെ വേറൊരു സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിൽ ബെൻഡ് ചെയ്തെടുക്കാം. പിന്നെ പ്രധാനമായിട്ടും ബെൻഡിങ് ടൂൾസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈസ് ഓർ ആനുവൽ എഡ്ജ് ആണ്. ഈ വൈസ് അല്ലെങ്കിൽ ആനുവൽ എഡ്ജ് എന്ന് പറയാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്നെങ്കിൽ വൈസിൻ്റെ പുറത്ത് ഇതേപോലെ വർക്ക് പീസ് സെറ്റ് ചെയ്യാം, എന്നിട്ട് ഈ ഹാമർ വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്ത് ഇതിനെ ബെൻഡ് ചെയ്യാം. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതുപോലെ ആനുവലിൻ്റെ എഡ്ജസിൽ വർക്ക് പ്ലേസ് ചെയ്തിട്ട് ഹാമർ ചെയ്ത് ഇതേപോലെ ബെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ വൈസ് ഓർ ആനുവൽ എഡ്ജ്, ആംഗിൾ ബെൻഡ് മേ ബി മെയ്ഡ് ബൈ ഹാമറിങ് ഇൻ എ വൈസ് ഓർ ഓവർ ദ എഡ്ജ് ഓഫ് ആൻ ആനുവൽ. അപ്പോൾ ഇവിടെ ആംഗിൾ ബെൻഡ് ആണ് ചെയ്യുന്നതെന്ന് ഓർക്കുക, വൈസ് അല്ലെങ്കിൽ ആനുവൽ എഡ്ജിൽ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബെൻഡിങ് ബ്ലോക്ക് ആണ്. അപ്പോൾ ഈ ബെൻഡിങ് ബ്ലോക്കിൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ലിവർ കാണും, പിന്നെ പെഗ്സ് കാണും. ഓക്കെ. ഈ പെഗ്സ് എന്ന് പറയുന്നത് ഇതൊരു മാസികമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ അകത്ത് ഹോൾസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആ ഹോൾസിലായിരിക്കും നമ്മൾ ഈ പെഗ്സ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വളക്കേണ്ട, ബെൻഡ് ചെയ്യേണ്ട ആ സ്റ്റോക്ക് ഈ പെഗ്സിന് ഇടയിലായിട്ട് വെച്ചിട്ട് ഈ ലിവർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ വളക്കുന്നത്. ഓക്കെ. അപ്പം ബെൻഡിങ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഒരു ലിവർ കാണും, അതിനകത്ത് പെഗ്സ് ആർ വെരി കൺവീനിയൻറ്റ് ടു യൂസ്ഡ് ഇൻ സ്മിത്തി. സ്മിത്തിയിൽ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ദീസ് ആർ മാസീവ് ബ്ലോക്സ് പിയേഴ്സ്ഡ് വിത്ത് ഹോൾസ് ഇൻ വിച്ച് പെഗ്സ് ക്യാൻ ബി ഇൻസേർട്ടഡ്. അപ്പോൾ ഈ ഹോൾസിൽ ഓരോന്നിലും നമുക്ക് ഇത് മാറ്റി പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് റിക്വയർഡ് ഷേപ്പിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ആ പെഗ്സ് നമുക്ക് അവിടെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. വർക്ക് ടു ബി ബെൻഡ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എ സീരീസ് ഓഫ് പെഗ്സ്. അപ്പോൾ ഈ വർക്ക് എന്ന് പറയുന്ന ആ പെഗ്സിനിടക്കായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓൾറെഡി ഇൻസേർട്ടഡ് ഇൻ ദ ഹോൾസ് ആൻഡ് ദ വർക്ക് ഈസ് ബെൻഡ് വിത്ത് എ ലിവർ. ആ ലിവർ വെച്ചിട്ട് നമ്മൾ ആ വർക്കിനെ ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൂൾ ഇൻസേർട്ടഡ് ഇൻ എ ഹാർഡ് ഐ ഹോൾ. ഇപ്പോൾ ഒരു ടൂള് ഇതാണ് ഹാർഡ് ഐ ഹോൾ. ഹാർഡ് ഐ ഹോളിൽ, ആൻവിലിൻ്റെ ഹാർഡ് ഐ ഹോളിൽ ഒരു ടൂൾ ഇൻസെർട്ട് ചെയ്യും. സം ഓഫ് ദ ബെൻഡിങ് ടൂൾസ് ലൈക്ക് റിങ്, മാൻഡ്രിൽ ഇൻസേർട്ടഡ് ഇൻ ദ ഹോൾ ഓഫ് ദ ആൻവിൽ ഫോർ ബെൻഡിങ് വർക്ക് പീസസ്. അപ്പോൾ ഈ ഹാർഡ് ഐ ഹോളിലാണ് നമ്മുടെ റിങ്, മാൻഡ്രിൽ ഇതേപോലെയുള്ള മാൻഡ്രിലൊക്കെ പ്ലേസ് ചെയ്തതിന് ശേഷം വർക്ക് പീസിനെ ബെൻഡ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഹാർഡ് ഐ ഹോളിൽ ടൂൾ ഇൻസെർട്ട് ചെയ്ത് ബെൻഡ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബീക്ക് ഓഫ് ദ ആൻവിൽ. ഇപ്പോൾ ആൻവിലിൻ്റെ ബീക്കിൽ നമുക്ക് കർവായിട്ടുള്ള രീതിയിൽ ബെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ. നമുക്ക് ഇതുപോലെ ഒരു കർവാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് നമ്മളവിടെ ഹാമർ ചെയ്ത് ബെൻഡ് ചെയ്തെടുക്കും. ഓക്കെ. കർവിങ് ഓഫ് ദ വർക്ക് പീസ് ക്യാൻ ഓൾസോ ബി ക്യാരിഡ് ഔട്ട് ഓൺ ബീക്ക് ഓഫ് ദ ആൻവിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെൻഡിങ് ലിങ്ക്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ബെൻഡിങ് ലിങ്ക്സ്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബെൻഡിങ് ലിങ്ക്സ് വിത്ത് ടോപ്പ് ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്മോൾ റേഡിയസ് പൈപ്പ് ക്ലിപ്സ്. ചെറിയ റേഡിയസിലുള്ള പൈപ്പ് ക്ലിപ്സ് അതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബെൻഡിങ് ലിങ്ക്സ് വിത്ത് ടോപ്പ് ഫുള്ളറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫിഗർ ഇതാണ്. ഓക്കെ. ഈ കാണുന്നതാണ് ബെൻഡിങ് ലിങ്ക്സ്. അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ വർക്ക് പീസ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒരു ഫുള്ളർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഹാമർ ചെയ്തിട്ട് ഈ പോർഷൻ നമുക്ക് ഇവിടെ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർക്ക് ടൂളാണ്. ഇത് നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ കണ്ടു കാണും. ഈ ടൂള് സ്റ്റീൽ ബാർസ് ഒക്കെ ബെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫോർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫോർക്ക് ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ് റൗണ്ട് സ്റ്റീൽ ബാർസ്. അപ്പോൾ ഈ ഫോർക്ക് ടൂൾ യൂസ് ചെയ്യുന്നത് റൗണ്ട് സ്റ്റീൽ ബാർസിനെ ബെൻഡ് ചെയ്യാനാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഫിഗർ നമ്മുടെ മനസ്സിലേക്ക് വരണം. അടുത്തത് ബോൾസ്റ്റർ സേജസ് ആണ്. ബോൾസ്റ്റർ സേജസ് ആർ യൂസ്ഡ് ഫോർ ബെൻഡിങ് ഹുക്സ് ഓർ ഫ്ലാറ്റ് ആൻഡ് റൗണ്ട് സ്റ്റീൽ ബാർ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ബോൾസ്റ്റർ സേജസ് യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ആൻഡ് റൗണ്ട് സ്റ്റീൽ ബാർസിനെ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഒരു സേജസ് കൊടുത്തിട്ടുണ്ട്, അടിയിലായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കും, എന്നിട്ട് ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഈ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ ബോൾസ്റ്റർ സേജസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആൻഡ് റൗണ്ട് സ്റ്റീൽ ബാർസിനെ ബെൻഡ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. നെക്സ്റ്റ് ബെൻഡിങ് ഡൈസ്. ബെൻഡിങ് ഡൈസ് വിത്ത് ടോപ്പ് ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് ഫോർ ബെൻഡിങ് ഫ്ലാറ്റ് ഓർ റൗണ്ട് ബാർസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. അപ്പോൾ റൈറ്റ് ആംഗിൾസ് ആയിട്ട് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബെൻഡിങ് ഡൈസ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ബെൻഡിങ് ഡൈസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ റൗണ്ട് ബാർസിനെ റൈറ്റ് ആംഗിളായിട്ട് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. താഴത്തായിട്ടൊരു ബെൻഡിങ് ഡൈ കാണും, അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ വർക്ക് പീസ് വെച്ചിട്ട് ഒരു ഫുള്ളേഴ്സ് കാണും, ടോപ്പ് ഫുള്ളർ, അതിൽ നമ്മൾ ഹാമർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഫിഗർ ഇങ്ങനെയാണ്. അപ്പോൾ ഒരു വി ഷേപ്പ് ഉള്ളൊരു ഡൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ബെൻഡ് ആയിരിക്കും വരുന്നത്. റൈറ്റ് ആംഗിളായിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്. ഫ്ലാറ്റ് പീസും റൗണ്ട് ബാറും ഇതിൽ നമ്മൾ ബെൻഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്വിസ്റ്റിംഗ് ആണ്. അപ്പോൾ ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം, അപ്പം ട്വിസ്റ്റഡ് ബാറെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ട്വിസ്റ്റിംഗ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡീഷണൽ സ്ട്രെങ്ത് ആ വർക്ക് പീസിന് കൊടുക്കാനായിട്ടാണ്. ആൻഡ് ടു ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദ പീസ്. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഫാസ്റ്റൻ അറ്റ് ദ എൻഡ്സ്. രണ്ട് എൻഡിലുമായിട്ട് ഇതുപോലെ ഫാസ്റ്റൻ ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മളവിടെ ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത്, ഇപ്പോൾ മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ് 6 mm അല്ലെങ്കിൽ അതിലും കുറവ് തിക്നെസ് ഉള്ളതോ, അല്ലെങ്കിൽ 40 mm ആൻഡ് ലെസ് ഇൻ വിഡ്ത്ത്, 40 mm കുറവോ, അതായത് 6 mm കുറവായിട്ടുള്ള തിക്നെസ്. ഓക്കെ, അല്ലെങ്കിൽ 40 mm ഈക്വലോ കുറവായിട്ടുള്ള വിഡ്ത്ത്, അവിടെ നമുക്ക് കോൾഡ് ട്വിസ്റ്റഡ് ചെയ്യാം, അതായത് ഹീറ്റ് ചെയ്യാതെ തന്നെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കേസുള്ളത്, ഇത് ഫ്ലാറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്, MS ഫ്ലാറ്റ്. അതേപോലെ തന്നെ സ്ക്വയർ റോഡ്, MSൻ്റെ മൈൽഡ് സ്റ്റീലിൻ്റെ സ്ക്വയർ റോഡ് ആണെങ്കിൽ 12 mm തിക്നെസ് ഉള്ളത് ട്വിസ്റ്റഡ് വിത്തൗട്ട് ഹീറ്റിംഗ്. ഓക്കെ, സ്ക്വയർ റോഡ് ആകുന്ന നേരത്ത് 12 mm. To twist larger sizes of stock, the metal should be heated to a dull red color. ഇപ്പോൾ ലാർജർ സൈസസ് ഉള്ള, ഇപ്പോൾ ചെറിയ സൈസസ് ഉള്ള പീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ലാർജർ സൈസസ് ഉള്ള സ്റ്റോക്ക് ആണെങ്കിൽ അതൊരു ഡൾ റെഡ് കളർ വരെ നമ്മൾ ഹീറ്റ് ചെയ്യണം, എന്നിട്ടേ ട്വിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്ക്രോൾ ബെൻഡിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ പേരും അതിൻ്റെ ഷേപ്പും എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഏരിയയാണ് സ്ക്രോൾ ബെൻഡിങ്. സ്ക്രോൾ ബെൻഡിങ് എന്ന് പറയാൻ നേരത്തൊരു സ്പൈറൽ ഷേപ്പിൽ ബെൻഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. Scroll is a piece of metal which has been bent to a circular shape to form a spiral. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഡെക്കറേറ്റീവ് പർപ്പസിനാണെന്ന് ഓർക്കുക. അപ്പോൾ സ്ക്രോൾ ബെൻഡിങ്ങിൻ്റെ അതിൻ്റെ യൂസ് എവിടെയാണെന്ന് ചോദിക്കും. ഡെക്കറേറ്റീവ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജിഗോ, ഫോർക്ക്, പിന്നെ സ്ക്രോൾ ബെൻഡിങ് ഡിവൈസും കാണും. അങ്ങനെയാണ് സ്ക്രോൾസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സ്ക്രോൾ ബെൻഡിങ് ഡിവൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബെൻഡിങ് ഡിഫക്റ്റ് ആൻഡ് ദെയർ പ്രിവെൻഷൻ ആണ്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഡിഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഒന്ന് റപ്ചർ ഓഫ് ദ മെറ്റൽ, ബെൻഡ് ചെയ്യുന്ന സമയത്ത് പകുതിക്ക് വെച്ചത് പൊട്ടിപ്പോവും. ഓക്കെ, റപ്ചർ സംഭവിക്കും. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ സ്റ്റോക്കിനെ നമ്മൾ ബെൻഡിങ് ചെയ്യുന്ന സമയത്ത് കൂൾ ഡൗൺ ചെയ്യുന്നു. ഓക്കെ, ദിസ് ഒക്കേഴ്സ് എയ്തർ ഇഫ് ദ സ്റ്റോക്ക് ഹാസ് കൂൾ ഡൗൺ ഡ്യൂറിങ് ബെൻഡിങ് ഓർ ഇറ്റ് ഹാസ് നോട്ട് ബീൻ പ്രോപ്പർലി ഹീറ്റഡ് ബിഫോർ ദ ബെൻഡിങ് വാസ് സ്റ്റാർട്ടഡ്. അതായത് ആ ക്രോസ് സെക്ഷൻ നമ്മൾ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബെൻഡ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെ കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റപ്ചർ ഉണ്ടാകും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ബെൻഡ് ചെയ്യുന്നതിൻ്റെ ബെൻഡിങ് പോയിന്റിൽ തിന്നറായി പോകുന്നു. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ബെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അപ്സെറ്റ് ചെയ്യുന്നില്ല. അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ ഒരു പീസ് ഉണ്ടെങ്കിൽ
ആ ബെൻഡ് ചെയ്യുന്ന പോർഷൻ നമുക്കവിടെ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ തിന്നർ ആകത്തില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യവും നോട്ട് ചെയ്ത് വെച്ചേക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹീറ്റിംഗ് ഫോർ ഫോർജിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇതിൽ വരുന്നതായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ടത് 3 ടെമ്പറേച്ചറാണ് ഫോർ ഹീറ്റിംഗ് മെറ്റൽസ് ടു ബി ഫോർജ്ഡ്. ഇപ്പോൾ നമുക്ക് ഫോർജ് ചെയ്യണം, അപ്പോൾ അതിനെ മെറ്റൽസിനെ ഹീറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഫ്യൂവൽസിൻ്റെ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ ആയിരിക്കും, അതായിരിക്കും അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഫോർജ് ഫോർണസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പെട്രോളിയം ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, ഓയിൽ, കോള്, ചാർക്കോള് ഇവയൊക്കെ യൂസ് ചെയ്യും ഫ്യൂവലായിട്ട്. ഹാൻഡ് ഫോർജിങ്ങിൻ്റെ കേസിൽ നമ്മൾ സോളിഡ് ഫ്യൂവൽസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്, കോള്, ചാർക്കോള്, ലോ സൾഫർ കണ്ടന്റ് ഉള്ളത്. ഓക്കെ, ഫോർ ഹീറ്റിംഗ് ടൂൾ സ്റ്റീൽസ് ചാർക്കോൾ ഈസ് പ്രിഫർഡ് ആസ് ദ ഫയർ ബേൺസ് മോർ ഈവൻലി വെൻ ചാർക്കോൾ ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്മൾ ടൂൾ സ്റ്റീൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചാർക്കോൾ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അത് ഈവനായിട്ടായിരിക്കും, ഒരേപോലെ ആയിരിക്കും ഫയർ എല്ലായിടത്തും കൊടുക്കുന്നതും ബേൺ ചെയ്യുന്നതും ആ പീസിനെ. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഹീറ്റിംഗ് ഓഫ് മെറ്റൽ സ്റ്റോക്ക്. ആ മെറ്റൽ സ്റ്റോക്ക് ഹീറ്റ് ചെയ്യാൻ നേരത്ത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഫോർ എഫിഷ്യൻറ്റ് ഹീറ്റിംഗ് വേ ഇൻ വിച്ച് ഫയർ ഈസ് മെയിൻറ്റെയിൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഫയർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫയർ വിച്ച് ഈസ് മെയിൻറ്റെയിൻ ഓൺ ദ ടോപ്പ് സർഫസ് വിൽ ബി തിൻ ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹീറ്റിംഗ് ദ മെറ്റൽ ടു ക്യാരി ഔട്ട് ഫോർജിങ്. അതായത് ഇപ്പോൾ ഒരു നമ്മൾ സ്റ്റോക്ക് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഫയർ കുറവാണ്, താഴത്താണ് ഫയർ. അപ്പം നമുക്ക് ഫോർജിങ് ഓപ്പറേഷൻ അതിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ മാത്രം നല്ല ഹീറ്റായിട്ടിരിക്കും, ഹോട്ട് മെറ്റലായിരിക്കും, മുകളിൽ ഹീറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് ഈ പോർഷൻ എന്ന് പറയുന്നത് താഴത്തിനെ അപേക്ഷിച്ച് കൂളായിട്ടായിരിക്കും ഇരിക്കുന്നത്. ദ ഫയർ ഷുഡ് കം ഫ്രം ഡീപ്പ് ഇൻ ഹെർത്ത്. അപ്പോൾ ഈ ഫയർ എന്ന് പറയുന്നത് ഹെർത്തിൻ്റെ ഡീപ്പിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഓക്കെ, ദ ഫോർജ് ഫയർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ക്ലീൻ. അതായത് ഇപ്പോൾ നമുക്ക് ഫോർജിൽ ഉണ്ടാകുന്ന ആ ഫയർ എന്ന് പറയുന്നത് ക്ലീൻ ആയിരിക്കണം. അവിടെ ആഷ്, ചാരം ഉണ്ടാകാൻ പാടില്ല. ക്ലിങ്കേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിങ്കേഴ്സ്, കരിക്കട്ടകൾ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഡസ്റ്റ്, പൊടി ഉണ്ടാകാൻ പാടില്ല. ക്ലിങ്കേഴ്സ് റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ റേക്ക് ആൻഡ് പോക്കർ പഠിച്ചത്. ഓക്കെ, ഈ ക്ലിങ്കേഴ്സ് ഫോം ഓഫ് ദ കോക്ക് ബേൺസ്. അതായത് ഈ കോക്ക് ബേൺ ചെയ്യാൻ നേരത്ത് ക്ലിങ്കേഴ്സ് ഫോം ചെയ്യും. ഇതെന്ന് പറയുന്നത് ആ ഹെർത്തിൻ്റെ ബോട്ടത്തിൽ പോയി സെറ്റിൽ ചെയ്ത് അവിടെ സോൾഡിഫൈ ചെയ്യും. അപ്പോൾ ഈ അക്യുമുലേഷൻ ഓഫ് ക്ലിങ്കർ വിൽ ഒബ്സ്ട്രക്ട് ദ ടയർ നോസിൽ. ടയർ നോസിലിൽ നിന്നാണ് നമുക്ക് വേണ്ട എയർ വരുന്നത്. ഓക്കെ, ആ എയർ കൊണ്ടാണ് നമ്മൾ ആ ഫ്യൂവലിനെ കത്തിക്കുന്നത്. അപ്പോൾ ക്ലിങ്കർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഉടനെ തന്നെ റിമൂവ് ചെയ്തിരിക്കണം. പിന്നെ ടയർ നോസിലിൻ്റെ അവിടെയൊക്കെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ക്ലിങ്കർ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ പ്ലേസിങ് ദ സ്റ്റോക്ക്. എവിടെയാണ് ഈ സ്റ്റോക്ക്, നമുക്ക് വർക്ക് മെറ്റീരിയൽ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇഫ് ദ സ്റ്റോക്ക് ഈസ് കെപ്റ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഫയർ, അതായത് ഫയർ നടക്കുന്നതിൻ്റെ ഇപ്പോൾ അവിടെ തീയുടെ ടോപ്പിലായിട്ടാണ് നമ്മൾ വർക്ക് കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലത്തെ പോർഷൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്ട് വന്നിട്ട് അവിടെ കൂൾ ഡൗൺ ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, if the stock is kept on the top of the fire, it will be heated underneath and the top surface will not get heated sufficiently as it is exposed to atmosphere and hence gets cooled. അപ്പോൾ അവിടെ കൂൾ ആവാൻ ചാൻസ് ഉണ്ട്. ഇഫ് ദ വർക്ക് ഈസ് പ്ലേസ്ഡ് ടു ലോ ഇൻ ദ ഫയർ ആൻഡ് വെരി നിയർ ടു ദ ടയർ. അപ്പോൾ അടുത്ത കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ വർക്ക് പീസ് എന്ന് പറയുന്നത്, ഓക്കെ, ഇപ്പോൾ വർക്ക് പീസ് എന്ന് പറയുന്നത് നമ്മൾ താഴത്ത് കൊണ്ട് വെക്കുന്നു, വെരി നിയർ ടു ദ ടയറിൻ്റെ അടുത്തായിട്ട് കൊണ്ട് വെക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോസിലിൽ നിന്ന് വരുന്നത് കൂൾ എയർ ആയിരിക്കും. ആ കൂൾ എയർ ഈ വർക്കിനെ തണുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദിസ് വിൽ ഓൾസോ ലീഡ് ടു ദ ഓക്സിഡേഷൻ ഓഫ് ദ സ്റ്റീൽ സർഫസ്. അവിടെ ഓക്സിഡേഷൻ സംഭവിക്കാനും ചാൻസ് ഉണ്ട്. ദ കറക്റ്റ് പൊസിഷൻ ഓഫ് ദ സ്റ്റോക്ക് ഇൻ ദ ഫോർജ് ഫയർ വിൽ ബി ആസ് ഫോളോസ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എവിടെയായിരിക്കണം വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ നോസിലിന് മുകളിലും ഫയർ മുകളിലും താഴെയും കിട്ടുന്ന രീതിയിലായിരിക്കണം. പിന്നെ സൈഡിലും ഇതിൻ്റെ ഫ്യൂവലിൻ്റെ കവറിങ് വേണം. ഫ്യൂവൽ ടോപ്പിലും കവറിങ് വേണം, താഴെയും വേണം, മുകളിലും വേണം. ഈ ടയർ നോസിലിൻ്റെ മുകളിലും ആയിരിക്കണം നമ്മൾ വർക്ക് പീസ് വെക്കേണ്ടത്. ഓക്കെ, ദ സ്റ്റോക്ക് ഈസ് പ്ലേസ്ഡ് എവേ ഫ്രം ദ ടയർ എൻഷുറിംഗ് ദാറ്റ് ദ കോൾഡ് എയർ ഡസ് നോട്ട് ഫോൾ ഡയറക്ട്ലി ഓൺ ദ സ്റ്റോക്ക്. അപ്പോൾ ഈ കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക, ടയറിൻ്റെ എവേ ആയിട്ടായിരിക്കണം നമ്മൾ സ്റ്റോക്ക് സെറ്റ് ചെയ്യേണ്ടത്. ടോപ്പ് സർഫസ് ഓഫ് ദ വർക്ക് ഷുഡ് ഹാവ് എ തിക്ക് ലെയർ ഓഫ് ഫ്യൂവൽ. ഇതിൻ്റെ ടോപ്പ് സർഫസിൽ തിക്ക് ലെയർ ഓഫ് ഫ്യൂവൽ ആയിരിക്കണം. തിൻ ലെയർ ഓഫ് ഫ്യൂവൽ അവിടെ കൊടുക്കരുത്.
The work should be covered on all sides with fuel, coal, charcoal, etc. അതായത് ആ വർക്കിന് ചുറ്റും നമ്മളിപ്പോൾ ഒരു വർക്ക് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഫ്യൂവൽസ് ഉണ്ടായിരിക്കണം, സൈഡിലും ബോട്ടത്തിലും ടോപ്പിലും എല്ലാം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ 3 വാല്യൂസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ, ഫോർജിങ് ടെമ്പറേച്ചർ. വൈൽ ഫോർജിങ് മെറ്റൽ ഷുഡ് ബി ഹീറ്റഡ് ടു ടെമ്പറേച്ചർ വെൻ ഇറ്റ് ബിക്കംസ് പ്ലാസ്റ്റിക്. അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് സ്റ്റേജ് വരെ ആയിരിക്കും ആ മെറ്റലിനെ ഹീറ്റ് ചെയ്യുന്നത്. ദ ഫോർജിങ് ടെമ്പറേച്ചർ ഫോർ സ്റ്റീൽ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് കാർബൺ കണ്ടന്റ്. അപ്പോൾ ഇത് വേണേൽ ക്വസ്റ്റ്യന് ചോദിക്കാം. ഒരു സ്റ്റീലിൻ്റെ ഫോർജിങ് ടെമ്പറേച്ചർ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതിലെ കാർബൺ കണ്ടന്റിനെയും അലോയിങ് എലമെന്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഫോർ സ്റ്റീലർ, ലോ കാർബൺ സ്റ്റീലിന് 1300 നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഹൈ കാർബൺ സ്റ്റീലിന് 1100, ലോ അലോയ് സ്റ്റീലിന് 1100. ഈ 3 എണ്ണത്തിൻ്റെയും ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ കളറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇമ്പോർട്ടൻ്റ് ആണ്, P/Q ആണ്. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കാണണം. പിന്നെ ഒൺലി സ്റ്റീൽ വിത്ത് കാർബൺ കണ്ടന്റ് അപ് ടു 1.7% ഫോർജബിൾ. ഇതും ക്വസ്റ്റ്യനിൽ വരാനുള്ളൊരു ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതായത് 1.7% ഉള്ള കാർബൺ കണ്ടന്റ് ഉള്ള സ്റ്റീൽ മാത്രമാണ് ഫോർജബിൾ. ഓക്കെ, ഇഫ് ദ ഫോർജിങ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് എ വെരി ലോ ടെമ്പറേച്ചർ ദ വർക്ക് മേ ഡെവലപ്പ് ക്രാക്ക് ഓർ വിൽ ബി വർക്ക് ഹാർഡൻഡ്. ഇപ്പം ലോ ടെമ്പറേച്ചറിലാണ് വർക്ക് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ക്രാക്ക് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് ഹാർഡൻഡ് ആവും. ഓക്കെ, ഇപ്പോൾ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ടർ സർഫസിൽ സ്കെയിൽസ് ഫോം ചെയ്യും. ഓക്കെ, എ വർക്ക് ടു ബി ഫോർജ്ഡ് മേ റിക്വയർ സെവറൽ ഹീറ്റിംഗ്സ് ടു കംപ്ലീറ്റ് ദ ഫോർജിങ്. ഇപ്പോൾ ഒരു വർക്ക് നമ്മൾ ഒറ്റ തവണ ആയിരിക്കത്തില്ല ഹീറ്റ് ചെയ്യുന്നത്, അത് പല തവണയായിട്ടായിരിക്കും ഹീറ്റ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ഹവർ ടു കംപ്ലീറ്റ് ദ വർക്ക് വിത്ത് ദ മിനിമം നമ്പർ ഓഫ് ഹീറ്റിംഗ്സ്. മിനിമം നമ്പർ ഓഫ് ഹീറ്റിംഗ്സ് വെച്ചായിരിക്കണം നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഫോർജിങ്ങിൻ്റെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഇത്രയും ടോപ്പിക്കേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ടെക്സ്റ്റ് ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ഇനി നമുക്കിതിൻ്റെ MCQ സെഷൻ കൂടെ നോക്കാനുള്ളൂ. അപ്പോൾ ഫോർജിങ്ങിൽ നിന്ന് MCQയിൽ വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.